ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമാണ് കുഴലപ്പം. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ മിക്കവാറും ടേസ്റ്റ് ഒന്നും ഉണ്ടാകലില്ല. അപ്പം ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം വേറെ ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെക്കുന്നത്. ഈ സമയത്ത് നമുക്ക് 1/2 കപ്പ് തേങ്ങയിലേക്ക് ഒരു 5-6 അല്ലി ചെറിയ ഉള്ളിയും 3 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ല തരിതരിപ്പായിട്ട് അരച്ചുകൊണ്ടുവരും കേട്ടോ. ഇത് തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വെട്ടി തിളക്കട്ടെ. ആ പച്ച മണമൊക്കെ മാറുന്നതിന് വേണ്ടിയായിട്ടാണ്. വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം പത്തിരിപ്പൊടിയുടെയും വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമാക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക. കുഴയ്ക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു വിട്ടുപോയിട്ടോ. നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്ക് തന്നെ മാവ് നല്ലപോലെ തണിഞ്ഞിട്ടുണ്ടാകും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളും ഒരു ചെറിയ മുട്ട ഇല്ലെങ്കിൽ വലിയ മുട്ട ബീറ്റ് ചെയ്തിരുന്നു ഒരു 4 ടേബിൾ സ്പൂൺ കേട്ടോ. ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ കുഴയ്ക്കണം. മാവ് തണിഞ്ഞതിന് ശേഷം മാത്രമേ മുട്ട ചേർത്ത് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ മുട്ട വെന്തു പോകും. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് കുഴച്ച് ഇതിൽ നിന്ന് നമുക്കിനി ഓരോ ഉരുള എടുത്തതിന് ശേഷം ഞാനിവിടെ നോർമലി ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തിന്നായിട്ട് പരത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ ചപ്പാത്തി പ്രസ് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഇത്ര തിന്നായിട്ട് വേണം മാവ് കിട്ടാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ചുരുട്ടി 2 സൈഡും ഒട്ടിച്ച് എല്ലാ മാവും ഇതുപോലെ റെഡിയാക്കി വെക്കണം കേട്ടോ. അത്രയും സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ഒരു പത്തിരിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ഏകദേശം ആ ഒരു മാവാണ് കേട്ടോ ഇത്. ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നല്ല തിളച്ച എണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാവിൻ്റെ ചെറിയൊരു കഷ്ണം പിച്ചി ഇട്ട് നോക്കുക. പെട്ടെന്ന് പൊന്തി വരികയാണെങ്കിൽ ആ എണ്ണയുടെ ചൂട് പാകമാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച്